റീഡിങ് ഇന്ത്യയിലെ മൊഡ്യൂൾ 1 ജീനിയോളജീസ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ ബൈ പി രവീന്ദ്രൻ. ഇതിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ എന്ന വാക്കും ലിറ്ററേച്ചർ എന്ന വാക്കും അതിൻ്റെ രണ്ടിൻ്റെയും സിഗ്നിഫിക്കൻസ് കുറേ കാലമായിട്ട് ഇങ്ങനെ ഒരു ഡിബേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ഒരു കാര്യം എന്തിനെ കാണിച്ചു തരണം എന്നുള്ളതും, അതുപോലെ തന്നെ റിയൽ ലിറ്ററേച്ചർ എന്താണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരുന്നതും എന്തായിരിക്കണം എന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. അതായത് ഇത് എഴുതിയിട്ടുള്ള 1997 അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി ഒക്കെ ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്നതൊക്കെയാണ് എന്ന് നമുക്കിങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ലിറ്ററേച്ചറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ദളിത്തും ഫീമെയിൽ റൈറ്റിംഗ് ഒക്കെ ഇങ്ങനെ എമേർജ് ചെയ്ത് വരികയാണ് കൂടുതലായിട്ട്. അപ്പോൾ ലിറ്ററേച്ചർ എന്നുള്ളത്, ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എന്താണെന്നും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഇങ്ങനെ എമേർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്ന് ഇയാൾ പറയുകയാണ്. അപ്പോൾ ഒരു യൂണിഫൈഡ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇക്കോണമി എന്നൊക്കെ പറയുന്നത് ഒരു ഗ്ലോബൽ ക്ലൈമറ്റിനോട് നമ്മൾ അങ്ങോട്ട് സിമിലർ ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനോടാണ് നമ്മൾക്ക് ഡിപ്പെൻഡൻസി ഉള്ളത്. അത് ഒരു പ്രശ്നമുള്ള കേസിൽ ഇപ്പോൾ പൊളിറ്റിക്കലി എക്കണോമിക്കലി ഒക്കെ നമുക്ക് ആ ഒരു യൂണിവേഴ്സൽ ഇത് കിട്ടിക്കോട്ടെ. പക്ഷേ ലിറ്റററി സ്ഫിയറിൽ വരുമ്പോൾ ലിറ്റററി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് യൂണിവേഴ്സലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നൊരു സാധനം പിന്നെ അവിടെ ഉണ്ടാവില്ലല്ലോ. നമ്മൾക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്. അത് നമുക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ ലിറ്റററി ഐഡിയോളജിയിൽ നിന്നാണ് അങ്ങനെ വന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയണത് ഗത്തയുടെ വെൽറ്റ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ വർക്കും ടാഗോറിൻ്റെ വിശ്വസാഹിത്യം രണ്ടും വേൾഡ് ലിറ്ററേച്ചർ എന്നാണ് മീൻ ചെയ്യണത്. അപ്പോൾ ആ ഒരു പെർസെപ്ഷൻ, അതായത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് വേൾഡിൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് കാണേണ്ടത്, അല്ലെങ്കിൽ യൂണിവേഴ്സലായിട്ടുള്ളൊരു സംഭവമാണെന്നുള്ള കൺസെപ്റ്റ് എക്സിസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ പറയുന്നത് നോളേജ് എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ കാറ്റഗറി അല്ല, സൊസൈറ്റിയിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യണം അങ്ങനത്തെ ഒരു സംഭവമല്ല. നോളേജ് എന്ന് പറയുന്നത് എന്താണ്, സൊസൈറ്റിയിലെ കുറച്ച് സെഗ്മെൻറ്റ്സ് ഡിസൈഡ് ചെയ്യും ഇന്നതാണ് നോളേജ്, അല്ലെങ്കിൽ ഓരോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് സമയത്ത് ഓരോ സെഗ്മെൻറ്റ്സ് ഡിസൈഡ് ചെയ്ത് പകർന്നു കൊടുക്കുന്നതാണ് നോളേജ് എന്ന് പറയുന്നത്. അല്ലാണ്ട് മൊത്തത്തിൽ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരു സംഭവമല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നോളേജ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോഴും ആ ഒരു കൊളോണിയൽ ഐഡിയോളജിയുടെ ബേസിലാണ് വരുന്നത്. അതായത് നമ്മളുടെ നോളേജ് എന്ന് പറയുന്ന സാധനം ഇൻഡിപെൻഡൻസ് കിട്ടി 57 വർഷം കഴിഞ്ഞിട്ടും, ഇത് എഴുതുമ്പോഴത്തെ കാര്യമായിട്ടാ, 57 വർഷം കഴിഞ്ഞിട്ടും ആ ഒരു കൊളോണിയൽ ഐഡിയോളജി നമ്മളുടെ നോളേജിൽ നിന്ന് പോയിട്ടില്ല എന്നാണ് ഇയാൾ പറയുന്നത്. അതായത് അവരിപ്പോഴും നമ്മളുടെ മേലെ കൺട്രോളുണ്ട്, എങ്ങനെ ഐഡിയോളജിയിൽ, അതാണ് ഇമ്പീരിയലിസം ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അയാൾ പറയാണ് ലിറ്റററി സ്കോളേഴ്സ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്കോളേഴ്സ് ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇന്ത്യൻനെസ് അല്ലെങ്കിൽ ഇന്ത്യൻ സെൻസിബിലിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ്സ് ഒന്നും കൂടെ റീതിങ്ക് അല്ലെങ്കിൽ അനലൈസ് ചെയ്തിട്ട് ഈ ഒരു കൊളോണിയലിസത്തിനോടും അല്ലെങ്കിൽ ഗ്ലോബലൈസേഷനോടൊക്കെ ഇതിനുള്ള ആ ഒരു ചായ്വ് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പെൻഡൻസി അൺകവർ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നേരെ പോയിട്ട് കൊളോണിയൽ ഇതുമേൽക്കും അല്ലെങ്കിൽ വേൾഡ് ലിറ്ററേച്ചറിലേക്കും പോവാതെ ആ ടേംസിൻ്റെ റിയൽ ഇത് കണ്ടെത്താൻ ശ്രമിക്കണം എന്ന് ഒരു ഇൻട്രോ പോലെ പറയണം. പിന്നെ ഇതിൽ ഇയാൾ പറയുന്നത് ഒരു ലിറ്റററി സെൻസിബിലിറ്റി എങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുക, നമുക്കൊരു യൂണിഫൈഡ് ബോഡി ഓഫ് ലിറ്ററേച്ചറും ഒരു ഇൻ്റഗ്രേറ്റഡ് ലിറ്റററി കൾച്ചർ, അതായത് ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ലിറ്ററേച്ചർ പ്രൊഡ്യൂസ് ചെയ്താലും അതിനൊരു യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലിറ്റററി സെൻസ് ഉണ്ടാവും. ഇപ്പോൾ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടൊരു യൂണിഫൈഡ് ബോഡി ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഇന്ത്യക്ക് അങ്ങനെ ഇല്ല എന്നാണ്
പറഞ്ഞു തരുന്നത്. എന്താ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ ഒരു എന്താ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ആയിട്ട് പറയുന്നത് ശരിക്കും ഇന്ത്യയിലെ ലിറ്ററേച്ചേഴ്സും അല്ലെങ്കിൽ ലിറ്ററേച്ചേഴ്സ് ഓഫ് ഇന്ത്യ അല്ല ശരിക്കും നമ്മൾ ആ കാറ്റഗറിയിൽ പറയണത്. അതാണ് ഡിഫറൻസ്. ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ ലിറ്ററേച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്നൊരു സാധനം അല്ല എന്നാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെന്താ ഇന്ത്യയിലെ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പെയിൻറ്റിങ്ങിൻ്റെയും സ്കൾപ്ചറിൻ്റെ ഒക്കെ അത്രയും തന്നെ ഓൾഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ ആ ഒരു സ്കോളർലി അറ്റംപ്റ്റ് അല്ലെങ്കിൽ സ്കോളർലി ആയിട്ടുള്ളൊരു രൂപം കൊടുത്തത് എപ്പോഴാണ്? 19th സെഞ്ച്വറി അല്ലെങ്കിൽ 19th സെഞ്ച്വറിക്ക് മുന്നേ എന്തായാലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. 19th സെഞ്ച്വറിയിലും അതിന് ശേഷമാണ് അതിന് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുള്ളൂ. എന്താ ഈ ടേം, അതായത് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നുള്ള ടേം ഫസ്റ്റ് യൂസ് ചെയ്യണത് ഒരു ഇന്ത്യൻ സ്കോളറോ അല്ല, ജർമ്മൻ റൊമാൻറ്റിക് തിയറിസ്റ്റ് ആയിട്ടുള്ള വിൽഹെം വോൺ സ്കേഗൽ എന്ന് പറഞ്ഞ ഒരു ആളാണ് 1823 ഈ ടേം യൂസ് ചെയ്യണം. പക്ഷെ ആൾ യൂസ് ചെയ്തത് സിനോണിമസ്ലി വിത്ത് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ. ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ അത് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ ആണ് എന്നാണ് അവരുടെ വിചാരം. അവിടെ മുതൽ വെസ്റ്റേൺ ഇൻഡോളജിസ്റ്റ്, അതായത് ഇന്ത്യനെ പറ്റി അക്കാഡമിക്കലി പഠിക്കുന്ന ആൾക്കാർ, അവർ ഈ ഒരു ടേം യൂസ് ചെയ്ത് തുടങ്ങി. അത് പക്ഷെ മെയിനായിട്ട് സാൻസ്ക്രിറ്റിനെ റെഫർ ചെയ്തുകൊണ്ടാണ് അവർ ഉപയോഗിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ പാലി അല്ലെങ്കിൽ പ്രാകൃത് ഈ ലിറ്ററേച്ചേഴ്സിനെയും ഒക്കെ പറയാറുണ്ട്. പക്ഷേ നോർത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് ആയിട്ടുള്ള ബംഗാളി, ഉറുദു, ഹിന്ദി ഇതൊന്നും ഇവർ മെൻഷൻ ചെയ്യാറില്ല. അതുപോലെ തന്നെ തമിഴ് ലിറ്റററി കൾച്ചറിനെ കുറിച്ചിട്ടോ, അതെന്ന് പറയുമ്പോഴാണല്ലോ തമിഴ് ആണല്ലോ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ മെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കന്നഡ, ഇതിനെപ്പറ്റിയൊന്നും ഇതൊന്നും എവിടെയും മെൻഷൻ ചെയ്യപ്പെട്ടിട്ടില്ല. അതായിരുന്നു സിറ്റുവേഷൻ. പിന്നെ എക്സാമ്പിൾസ് ആയിട്ട്, അതായത് ഈ ഒരു ഇന്ത്യയിലെ ലിറ്ററേച്ചറിനെ പറ്റി പറയുന്ന കുറച്ച് വർക്ക്സ് എന്ന് പറയുന്നത്, അതായത് വെസ്റ്റേൺ ഇൻഡോളജിസ്റ്റിൻ്റെ വർക്ക്സാണ് കേട്ടോ. എം ഗാസിൻ ഡി താസി എന്ന് പറഞ്ഞ ഓഥറിൻ്റെ ഹിസ്റ്ററി ഓഫ് ദ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദു ആൻഡ് ഹിന്ദുസ്ഥാനി, പിന്നെ ആൽബ്രറ്റ് വേബറിൻ്റെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ, ജോർജ് എ ഗ്രേവ്സൻ്റെ മോഡേൺ വെർനാക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ, മോറിസ് വിൻഡർനിറ്റ്സിൻ്റെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ, ഹെർബർട്ട് എച്ച് ഗോവൻ്റെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ. ഇങ്ങനെ ഇന്ത്യനെ പറ്റി അവർ പഠിച്ചേക്കുന്ന ഒരുപാട് വർക്ക്സ്. പിന്നെ ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ സാൻസ്ക്രിറ്റിനോടാണ് ഇവർക്കൊരു ഇതുണ്ടായിരുന്നത്. TRS ശർമ്മ എന്ന് പറഞ്ഞ ഒരാളാണ് ആളുടെ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ വർക്കിൻ്റെ പ്രിഫേസിൽ പറയുന്നത്, എന്താ ഈ യൂറോപ്യൻ സ്കോളേഴ്സിനെ ഒരു സാൻസ്ക്രിറ്റ് ബയാസ് എന്ന് പറയുന്നത്. അവരെപ്പോഴും സാൻസ്ക്രിറ്റിനെയാണ് റെഫർ ചെയ്യുള്ളൂ ഇന്ത്യൻ ലിറ്ററേച്ചറിനെ പറ്റി പറയുമ്പോൾ. അത് ആൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വരെ ആ ഒരു ബയാസ് മാറിയിട്ടില്ല ഇവരുടെ. അതുപോലെ ഈ വർക്ക്സ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക്സിലും ആ ഒരു ഇന്ത്യയിലെ ക്ലാസ് ആൻഡ് കാസ്റ്റ് ബയാസ്, സാൻസ്ക്രിറ്റ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അത് അപ്പർ ക്ലാസ്സിൻ്റെ ലാംഗ്വേജാണ്. അപ്പോൾ അവരുടെ ഒരു കാസ്റ്റ് സിസ്റ്റം, ക്ലാസ് സിസ്റ്റം എല്ലാം ഈ വർക്ക്സിലും വരുന്നുണ്ട്. പ്രസൻറ്റ് ഡേ ക്രിട്ടിക്കായിട്ടുള്ള ഒരാളുണ്ട്, ഷെൽഡൺ പൊള്ളോക്ക്. ആളാണ് ഈ ഒരു പ്രശ്നത്തിനെ പറ്റി കമൻ്റ് ചെയ്തത്, ഇങ്ങനെ ഒരു സാൻസ്ക്രിറ്റ് ബയാസ് ഉണ്ടെന്നുള്ളത്. അതൊക്കെയാണ് ഇതിൻ്റെ ഇൻട്രോ ആയിട്ട് ഇയാൾ പറയുന്നത്. തിയറിറ്റിക്കൽ കാറ്റഗറി ആയിട്ട് ഈ ഇന്ത്യൻ ലിറ്ററേച്ചറിനെ നമ്മുടെ വെസ്റ്റേൺ ഇൻഡോളജിസ്റ്റ് കൊണ്ടുവന്ന് ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് 20th സെഞ്ച്വറി ഒക്കെ ആയപ്പോഴത്തേനും നമ്മുടെ ഇന്ത്യൻ സ്കോളേഴ്സ് ഈ ഒരു ഫീൽഡിൽ വരാൻ തുടങ്ങി. അപ്പോൾ അവർ ആ ഒരു വെസ്റ്റിൽ തുടങ്ങിയ പ്രോജക്റ്റ് അവർ ഏറ്റെടുത്ത് അങ്ങനെ ഇന്ത്യൻ ലിറ്ററേച്ചറിനെ തിയറൈസ് ചെയ്ത ഇന്ത്യൻ സ്കോളേഴ്സിൽ കുറച്ച് പേരാണ് KR ശ്രീനിവാസ അയ്യങ്കാർ, ശ്രീ ഓറോബിന്ദോ, കൃഷ്ണ കൃപലാനി, ഉമാശങ്കർ ജോഷി, സുനിധി കുമാർ ചാറ്റർജി, അങ്ങനെ കുറേ റൈറ്റേഴ്സ്. അതിനകത്ത് ഐജാസ് അഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ആൾ പറയണതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കാറ്റഗറി കൊണ്ടുവരാൻ ഇമ്പോസിബിളാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ട്, ഇമ്പോസിബിളാണെന്നാണ് ആൾ പറയുന്നത്. പക്ഷെ ആളൊഴിച്ച് ബാക്കി എല്ലാവരും ആ ഒരു പോസിബിലിറ്റി, ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു
ഇന്ത്യൻ കൾച്ചറിൻ്റെ എക്സ്പ്രഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിലെ പല പല ലിറ്റററി ഫോർമേഷൻ്റെ ഒരു യൂണിഫൈഡ് ഫോം ആയിരിക്കണം എന്ന് ഉള്ള ഒരു പോസിബിലിറ്റിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ബാക്കിയുള്ള റൈറ്റേഴ്സ്. അപ്പോൾ ഈ ഒരു തോട്ട് അതിന് എന്താ പറയുക, അതിന് കുറച്ചും കൂടെ ഒരു ഫോഴ്സ് കിട്ടാനായിട്ട് സഹായിച്ചതെന്ന് പറയുന്നത് റിഫോമിസ്റ്റ്, നാഷണലിസ്റ്റ്, മോഡേണിറ്റി പ്രോജക്ട്സും അതുപോലെ പ്രോഗ്രസീവ് ലിറ്റററി മൂവ്മെൻറ്റ്, പിന്നെ 1954 സാഹിത്യ അക്കാദമി ഫോം ചെയ്ത അതും ഈ ഒരു ഐഡിയ യൂണിറ്റി ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ അതാണ് പ്രൊപ്പഗേറ്റ് ചെയ്തത്. സാഹിത്യ അക്കാദമിയുടെ ഒരു സ്ലോഗൻ ഉണ്ട്, ഇന്ത്യൻ ലിറ്ററേച്ചർ ഈസ് വൺ ദോ റിട്ടൺ ഇൻ മെനി ലാംഗ്വേജസ്. അപ്പോൾ ഈ ഒരു ഐഡിയ ആണ് അവരെല്ലാവരും പ്രൊപ്പഗേറ്റ് ചെയ്തത്. പിന്നെ ഇയാൾ പറയുന്നത് ഒരു ഇന്ത്യൻ ലിറ്ററേച്ചർ എങ്ങനെയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു തിയറൈസ്ഡ് കാറ്റഗറി ആയിട്ട് വന്നത്, അതിനുണ്ടായിരുന്ന കമ്പൾഷൻസ് എന്തൊക്കെയായിരുന്നു, ഐഡിയോളജിക്കൽ കമ്പൾഷൻസ് എന്തൊക്കെയായിരുന്നു എന്ന് ഇയാൾ പറയുന്നുണ്ട്. അപ്പോൾ 19th സെഞ്ച്വറിയിലാണ് ഇത് വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 19th സെഞ്ച്വറിയും അതിന് ശേഷം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എന്താണ് ഒരു പീരീഡ് ഓഫ് കൊളോണിയലിസ്റ്റ് ആൻഡ് ക്യാപിറ്റലിസ്റ്റ് എക്സ്പാൻഷൻ, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ്, ഒരു നാഷണൽ അവേക്കണിങ്ങും, പിന്നെ നമ്മുടെ ഫ്രീഡം സ്ട്രഗിള്, പിന്നെ ഇൻഡിപെൻഡൻസ്, അതുപോലെ മോഡേണൈസേഷൻ ഉണ്ടായി സൊസൈറ്റിയിൽ, പിന്നെ ഇംഗ്ലീഷ് സ്റ്റഡീസ് കൂടുതലായിട്ട് വന്നു, പ്രിൻറ്റ് കൾച്ചർ വന്നു, ഡെമോക്രാറ്റൈസേഷൻ വന്നു, പിന്നെന്താ ലിറ്ററേച്ചറിൽ നോക്കുകയാണെങ്കിൽ വെസ്റ്റേൺ ഐഡിയോളജിയുടെ ഒരു ഡോമിനൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഇമ്പാക്റ്റ് എന്താ പറയുക, ആ പീരീഡിലുണ്ടായിരുന്ന ഇന്ത്യൻ ലിറ്ററേച്ചറിനെ ബേസ് ചെയ്ത് വന്നിരുന്ന സ്കോളർഷിപ്പിലൊക്കെ നമുക്ക് ഇതിൻ്റെ എല്ലാം ഇമ്പാക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ മെയിനായിട്ട് 3 ഇഷ്യൂസാണ് ഇയാൾ ഈ വർക്കിൽ എക്സാമിൻ ചെയ്യണത്. അതിലൊന്നാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു സാൻസ്ക്രിറ്റ് ബേസ്ഡ് ഹിന്ദു ഓർത്തഡോക്സി, അത് ഒരു റീസണായിട്ട് പറയുന്നുണ്ട്, ഒരു ഇഷ്യൂ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ ഓഫ് ലാംഗ്വേജ് ദാറ്റ് ഹാസ് പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ അതായത് ഈ ഒരു കാറ്റഗറി ഫോം ചെയ്യാനായിട്ട് ലാംഗ്വേജിൻ്റെ റോൾ എന്തായിരുന്നു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഓഫ് ലാംഗ്വേജ് ആണ് രണ്ടാമത്തെ ഇഷ്യൂ. പിന്നത്തേത് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറിയുടെ ശരിക്കുള്ള റോൾ എന്താണ്, ഇന്ത്യയിലെ ലിറ്ററേച്ചേഴ്സ് മുഴുവൻ ഒരുമിച്ച് കൊണ്ടുവരാന്നുള്ളത്. ആ റോളല്ലാതെ ഇത് നമ്മൾ കണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ആ ലിറ്ററേച്ചറിനെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ കാറ്റഗറിയുടെ ശരിക്കുള്ള റോളിന് പകരം അതിന് വേറൊരു റോള് കൊടുത്തതാണ് മൂന്നാമത്തെ ഇഷ്യൂ ആയിട്ട് പറയണം.